ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആര്? ഉത്തരം പ്രകാശ് മഗ്ദൂം. നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് പ്രകാശ് മഗ്ദൂം. സാംസ്കാരിക വിഷയങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറങ്ങിയ പുസ്തകമേത്? ഉത്തരം സംസ്കൃതി കാ 5 അധ്യായ്. സാംസ്കാരിക വിഷയങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറങ്ങിയ പുസ്തകമാണ് സംസ്കൃതി കാ 5 അധ്യായ്. കഴിഞ്ഞ വർഷത്തെ മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരത്തിൽ മികച്ച ഭിന്നശേഷി കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം ജിയാങ് യുയാൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരത്തിൽ മികച്ച ഭിന്നശേഷി കായിക താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയാങ് യുയാൻ. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി 2025 ഒക്ടോബർ 31 മുംബൈ രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും വെബ്സൈറ്റ് വിലാസത്തിൽ എപ്രകാരമുള്ള മാറ്റമാണ് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഉത്തരം എല്ലാ ഇന്ത്യൻ ബാങ്കുകളുടെയും വിലാസം bank.in എന്ന രൂപത്തിലായിരിക്കും അവസാനിക്കുക. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി 2025 ഒക്ടോബർ 31 മുമ്പായി രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും വെബ്സൈറ്റ് വിലാസത്തിൽ എപ്രകാരമുള്ള മാറ്റമാണ് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്? എല്ലാ ഇന്ത്യൻ ബാങ്കുകളുടെയും വിലാസം bank.in എന്ന രൂപത്തിലായിരിക്കും അവസാനിക്കുക. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നതാര്? ഉത്തരം ഡോക്ടർ എ ജയതിലക്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നതാരാണ്? ഡോക്ടർ എ ജയതിലക്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് അടുത്തിടെ സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം അതിഥി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരള സംസ്ഥാന തൊഴിൽ വകുപ്പ് അടുത്തിടെ സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് അതിഥി. ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ കെ കസ്തൂരിരംഗൻ്റെ ജീവചരിത്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്പേസ് ആൻഡ് ബിയോണ്ട്. പ്രൊഫഷണൽ വോയേജ് ഓഫ് കെ കസ്തൂരിരംഗൻ. ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ കെ കസ്തൂരിരംഗൻ്റെ ജീവചരിത്രം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സ്പേസ് ആൻഡ് ബിയോണ്ട്. പ്രൊഫഷണൽ വോയേജ് ഓഫ് കെ കസ്തൂരിരംഗൻ. 2025 നീതി ആയോഗിൻ്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? ഉത്തരം ഒഡീഷ. 2025 നീതി ആയോഗിൻ്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. അടുത്തിടെ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? ഉത്തരം ദാരിപ്പള്ളി രാമയ്യ. അടുത്തിടെ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാരാണ്? ദാരിപ്പള്ളി രാമയ്യ. MT വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകമേത്? ഉത്തരം എംഡിത്തം. MT വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകമാണ് എംഡിത്തം. ലോക ശതകോടീശ്വരന്മാരിൽ ആദ്യമായി ആസ്തി $50,000 കോടി കടക്കുന്ന വ്യക്തിയാര്? ഉത്തരം ഇലോൺ മസ്ക്. ലോക ശതകോടീശ്വരന്മാരിൽ ആദ്യമായി ആസ്തി $50,000 കോടി കടക്കുന്ന വ്യക്തിയാരാണ്? ഇലോൺ മസ്ക്. അടുത്തിടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയുടെ സമഗ്ര ജീവചരിത്രം ഏത്? ഉത്തരം രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. അടുത്തിടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയുടെ സമഗ്ര ജീവചരിത്രം ഏതാണ്? രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ 2025 മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായതാര്? ഉത്തരം രാമചന്ദ്ര ഗുഹ. കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ 2025 മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് രാമചന്ദ്ര ഗുഹ.
പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായതാര്? ഉത്തരം NS മാധവൻ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. 1876 രചിക്കപ്പെട്ട ഏത് ഗാനത്തിൻ്റെ 150-ാം വാർഷികമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഉത്തരം വന്ദേ മാതരം. 1876 രചിക്കപ്പെട്ട ഏത് ഗാനത്തിൻ്റെ 150-ാം വാർഷികമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഉത്തരം വരുന്നത് വന്ദേ മാതരം. 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആരംഭിക്കുന്ന പ്രത്യേക പോർട്ടൽ ഏത്? 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആരംഭിക്കുന്ന പ്രത്യേക പോർട്ടൽ ഏതാണ്? ഉത്തരം എൻ്റെ UPSC അഭിമുഖം. എൻ്റെ UPSC അഭിമുഖം. അടുത്തിടെ അന്തരിച്ച മനുഷ്യരും മനുഷ്യക്കുരങ്ങുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ലോകപ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റ് ആര്? ഉത്തരം ഡാം ജെയിൻ ഗുഡാൾ. അടുത്തിടെ അന്തരിച്ച മനുഷ്യരും മനുഷ്യക്കുരങ്ങുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ലോകപ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റാണ് ഡാം ജെയിൻ ഗുഡാൾ. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപർ അടുത്തിടെ അന്തരിച്ചു. മലയാളിയായ ഇദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം TJS ജോർജ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപർ അടുത്തിടെ അന്തരിച്ചു. മലയാളിയായ ഇദ്ദേഹത്തിൻ്റെ പേരാണ് TJS ജോർജ്. പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി നിയമിതനായതാര്? ഉത്തരം സൗമിത്ര P ശ്രീവാസ്തവ. പൊതുമേഖലാ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടറായി നിയമിതനായതാരാണ്? സൗമിത്ര P ശ്രീവാസ്തവ. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിൽ. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഉപയോഗിക്കുന്ന പന്തിന് നൽകിയിരിക്കുന്ന പേരെന്ത്? ഉത്തരം ട്രയോണ്ട. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഉപയോഗിക്കുന്ന പന്തിന് നൽകിയിരിക്കുന്ന പേരാണ് ട്രയോണ്ട. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹിമപ്പുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹിമപ്പുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസിനായി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.